പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ്. റവയും മൈദയും വെച്ചുണ്ടാക്കുന്നത്. റവ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്കത് ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്താണെന്ന് നോക്കാം. 2 കപ്പ് റവ, 1 കപ്പ് മൈദ, ശർക്കര ഒരു 300 ഗ്രാം, അത് അല്പം വെള്ളമൊഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുത്തിരിക്കുകയാണ്. ഇത് തേങ്ങാക്കൊത്ത് വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്താണ്. വളരെ കനം കുറച്ച് അരിഞ്ഞ് നെയ്യിൽ വറുത്തെടുത്തിരിക്കുകയാണ്. ഒരു 10 ഏലക്ക ചതച്ചത്, എള്ള് 1 ടേബിൾ സ്പൂൺ, ഒരു ചെറുപഴം നന്നായിട്ട് ഉടച്ചെടുത്തിരിക്കുകയാണത്, മിക്സിയിലിട്ടടിച്ച്. ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഇപ്പോൾ 2 കപ്പ് റവ, അതിലേക്ക് 1 കപ്പ് മൈദ. ഇനി അതൊന്ന് എല്ലാമായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. തേങ്ങാക്കൊത്ത് അത് നെയ്യിൽ വറുത്തെടുത്തിരിക്കുകയാണ്. ശർക്കര ഒരു 300 ഗ്രാം ഒഴിക്കുന്നുണ്ട്. ഇനി കുറവ് തോന്നുന്നവർക്ക് കുറച്ചുകൂടി ചേർക്കാം. മധുരം കുറവ് വേണ്ടവർക്ക് കുറച്ച് ചേർക്കാം. ഇത് പഴം, ഞാനിവിടെ ഒരു റോബസ്റ്റോ പഴം എടുത്തിട്ടുണ്ട്. ഒരു ചെറുപഴം കിട്ടില്ല, അതുകൊണ്ട് റോബസ്റ്റോ ആണ്. ചെറുപഴമാണ് ഏറ്റവും നല്ലത്. 1-2 ഇടാം. ഇത് എള്ള്, ഒരു 2 നുള്ള് സോഡാപ്പൊടി, ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഏലക്ക കൂടി ഇടാനുണ്ട്, അതും കൂടി ഇട്ടിട്ട് 10 ഏലക്ക പൊടിച്ചത്. ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ വെള്ളം നന്നായിട്ട് ചേർക്കുന്നുണ്ട്. ഇത് റവ ആയതുകൊണ്ട് വെള്ളം നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഇതിലല്പം വെള്ളം കൂടിയാലും കുഴപ്പമില്ല. ഇതൊരു 2 മണിക്കൂർ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോഴേക്കും ഇതൊന്ന് വെള്ളം കുറഞ്ഞ് കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അത് കലക്കി വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് ഞാനിപ്പോൾ കാണിച്ചു തരാം. കട്ടയായിട്ടിരിക്കുന്നത് കണ്ട, റവ ആയതുകൊണ്ടാണ് വെള്ളം വറ്റി ഇങ്ങനെ കട്ടയായി പോകുന്നത്. ഇത് നമുക്ക് വീണ്ടും കലക്കിയെടുക്കണം വെള്ളം ഒഴിച്ച്. അപ്പോൾ ആ ഒഴിച്ച വെള്ളം പോരാണ്ട് വന്നിട്ട് വീണ്ടും ഒഴിക്കുകയാണ് ഞാൻ. അതിപ്പോൾ പാകം കാണിച്ചു തരാം. വെള്ളം ഒഴിച്ച് ഏകദേശം ഈ പാകത്തിന് നിർത്തുക. ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അത് ഒന്ന് ചുട്ടു നോക്കിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാവൂ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. നമ്മളിപ്പോൾ ഉണ്ണിയപ്പക്കാര അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് തുടങ്ങാം. മധുരം പോരെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ചുടനേക്ക് മുമ്പ് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. മാവ് നനച്ച് കഴിയുമ്പോൾ അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഒരു വശം മൂപ്പായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. മറിച്ചിട്ടൊന്ന് അടി ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഏകദേശം പാകമായിട്ടുണ്ട്. അടി ഒന്നുകൂടി ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഈ കളറിൽ തന്നെ എല്ലാം വേവിച്ചെടുക്കുക. ഇത് സാധാരണ ഉണ്ണിയപ്പത്തിനേക്കാൾ ആ ഷേപ്പിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. റവയാണ്, അരിയല്ലല്ലോ. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. റവയും മൈദയും മാത്രം ആയതുകൊണ്ടാണ് ആ ഒരു ഷേപ്പിൽ കിട്ടുന്നത്. ഇപ്പോൾ ഈ പാകത്തിലാണ് നമുക്ക് കോരിയെടുക്കാറായിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കെല്ലാം കോരിയെടുക്കുക. ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ചിട്ടതിന് ശേഷം വറുത്തെടുക്കേണ്ടതാണ്. തീ അധികം കൂടരുത്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങളും വിമർശനങ്ങളും എന്തായാലും നിങ്ങൾ പറയണം. അടുത്തൊരു വീഡിയോ കാണും വരെ നമസ്കാരം.